ആഫ്റ്റർ 2 days എൻ്റെ കസിൻ്റെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ആ മാരേജ് അടിപൊളിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ബാംഗ്ലൂരിൽ നിന്ന് കുറ്റിയും പറിച്ച ഒരാളിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആരാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ ആളെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഹൈവേയിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കോട്ടയം വഴിയാണ് കേട്ടോ എറണാകുളത്തിന് പിടിച്ചത്. അത് പറയാൻ കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ആദാമിന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ കോഴിക്കോട് പോയ ടൈമിലുണ്ടല്ലോ, അവിടെ വെച്ച് നമ്മൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളി ഫുഡായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കോഴിക്കോട്ടുള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. അന്ന് എല്ലാവർക്കും ആ ഒരു മെമ്മറി ഉണ്ടായിരുന്നു, അവിടുത്തെ ബിരിയാണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി കൂടാതെ അതിന്റെ കൂടെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിഴിപ്പൊറോട്ട ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന്. അറ്റ് ഫൈനലി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയെന്ന് വെച്ചാൽ പോയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കുറച്ച് ഫോട്ടോസൊക്കെ വെളിയിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പകുതി വഴി ആയപ്പോഴത്തേക്ക് കുഞ്ഞാവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കട്ട പോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ പുള്ളിക്കാരിയെ വിളിക്കാൻ പോയത്. പിന്നെ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വലിയ കാര്യത്തെ എയർപോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാൾ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കാശിക്കുട്ടൻ. ഗതി വഴി ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നല്ല അടിപൊളി ഉറക്കത്തിലായി ഗൈസ്. പിന്നെ അവിടെ എത്തിയപ്പോൾ വിളിച്ചിട്ടോട്ട് എണീക്കുന്നുമില്ല. പിന്നെ പോകുന്ന വഴി ഞങ്ങൾ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കഫേ ഓപ്പൺ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു, ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ സംഭവം എന്താണ് പേരെന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ സംഭവം സെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.